ഇന്നത്തെ വൈകിട്ടത്തെ സമയത്തുള്ള കാഴ്ചകൾ കുറച്ച് കാണാമെന്ന് കരുതി. ഇതാണ് എൻ്റെ ചെടിയിലെ പൂവ്. റോസപ്പൂ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണിത്. എൻ്റെ ചെടിയെല്ലാം ഉണങ്ങി കിടക്കുന്ന ചൂട് കൊണ്ട്. മഴയില്ല ഇവിടെ, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെടിയെല്ലാം ഉണങ്ങിയിരിക്കുന്നു. പൂവൊക്കെ കണ്ടില്ലേ, വാടി കൊഴിഞ്ഞ് നിൽക്കുന്നത്. എൻ്റെ ഒരു തുളസിയാണെന്ന് വരികിൽ അത് നല്ലൊരു പരുവായിട്ടിരിക്കും, ഉണങ്ങിയൊരു പരുവായി കണ്ടില്ലേ. പിന്നെ മറ്റുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തേത്. ചെറിയ ചെറിയ വീടുകളാണ് ഈ കാണുന്നതെല്ലാം, ഷീറ്റിട്ടത്. അടുത്ത വീട്ടിലെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അടുത്ത ഒരു ചാലിലെ ഒരു ഇതാണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഫ്ലാറ്റെന്ന് പറയുന്നത്. 16 നിലയുടെ ഫ്ലാറ്റാണത്. അതേപോലെ ഒരു ഫ്ലാറ്റ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ സന്ധ്യയായി വരുന്നു, പക്ഷേ ഇവിടെ സന്ധ്യ ആയിട്ടില്ല. വെട്ടമുണ്ട്, നല്ല വെട്ടമുണ്ട്. 6:30 ആയിട്ടും നല്ല വെട്ടമുണ്ട്. അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ആൾക്കാരിപ്പോഴും പണിതുകൊണ്ടിരിക്കുക. രാത്രിയിലും പണിയാണ് നടക്കുന്നത് ഇവിടെ. കണ്ടില്ലേ, രാത്രിയിലും നല്ല ഇതാണ്. ഇതാണ് അടുത്ത വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ എൻ്റെ ഒരു റോസപ്പൂ കൊണ്ട് ഉണങ്ങി അത് പോകാറായപ്പോഴത്തേന് അടുത്ത് 3 മുട്ട് റോസമുട്ട് വന്നു. എനിക്ക് ചെടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എവിടെ ചെടി കണ്ടാലും കൊണ്ടുവരും. എൻ്റെ അലോവേരയൊക്കെ ഇതുപോലെയായി. അതുപോലെ ആ നിൽക്കുന്ന ചെടിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതിനപ്പുറത്ത് നിൽക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ, ഇഞ്ചിയെ. പിന്നെ നമ്മുടെ ഒരു ഇതെന്താ പനിക്കുറുക്ക എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പനിക്കുറുക്ക, ഇതൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു കേട്ടോ. പനിക്കുറുക്കൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്തായാലും ഇവിടെ കൊണ്ടുവന്നതിന് വരെ അത് ഉണങ്ങിയില്ല. ഈ ചെടിയും ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ചെടിയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊരു മരമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാവാണ്, കണ്ടില്ലേ. എല്ലാ വൃക്ഷവും ഇതിനകത്ത് ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാകും. ഈ മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു മാങ്ങയൊന്നും കിട്ടില്ല കേട്ടോ. അതൊക്കെ ഈ ചാലിൽ താമസിക്കുന്ന പിള്ളേർ തന്നെ കയറി അതെല്ലാം പറിച്ചു കൊണ്ട് പോകും. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, അടുത്ത അവിടെ ക്ലാസ്, ഫസ്റ്റ് ഫ്ലോറിൽ നടക്കുന്നത് ക്ലാസ് സെൻ്ററാണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ കാണാനിവിടൊക്കെ. ഇതാണ് ഞങ്ങളുടെ റൂമിനോടടുത്തുള്ള കാഴ്ചകളാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ കണ്ടില്ലേ. അപ്പുറത്ത് മെയിൻ റോഡാണ്, ഇതിനപ്പുറം മെയിൻ റോഡാണ്. കാഴ്ചകൾ എന്ന് പറയുന്നത്.